ഹലോ. ഒരു ഫോർഗോട്ടൺ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ഫോണുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതൊരു റിയൽ ഫ്ലാഗ്ഷിപ്പാണെന്ന് ചോദിച്ചാലല്ല, എന്നാലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്കിനി നേരിട്ട് ഈ ഫോൺ ഏതാണെങ്കിലും നോക്കാം അല്ലേ. ഈ ഫോണെന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതാണ് സാംസങ്ങിൻ്റെ S23 FE. ഈ ഒരു S23 FEയുടെ കൂടുതലായിട്ട് റിവ്യൂസിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരുപാട് പേരൊന്നും ഈ ഫോണിനെ ബൂസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് ഈ ഒരു ഫോണിൻ്റെ ദോഷങ്ങൾ, എന്താണ് ഈ ഫോണിൻ്റെ ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ ഒരു 6.4 ഇഞ്ചിൻ്റെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇതാ കണ്ടോ, മോഷൻ സ്മൂത്ത്നെസ് അഡാപ്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 60 ഹെർട്സിൻ്റെ സ്ക്രീനും നമുക്ക് ലഭ്യമാണ്. ഞാൻ അഡാപ്റ്റീവിലിട്ടാണ് മിക്കതും യൂസ് ചെയ്ത് നോക്കിയത്. 120 ഹെർട്സിൻ്റെ നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ, ഞാൻ ആനിമേഷൻസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഡെക്സ്റ്ററിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ടച്ച് ആൻഡ് ഡെക്സ്റ്ററിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ എന്ന് പറയുന്നത് വീണ്ടും ഇത് 0.5 ഡിഫോൾട്ടായിട്ട് കിടക്കേണ്ടാവുക. നമുക്ക് 0.3 അത് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ അത് കാണിച്ചു തരാം. ആക്സസിബിലിറ്റി എടുക്കുക, അതിൽ ഇൻട്രാക്ഷൻ ആൻഡ് ഡെക്സ്റ്ററിറ്റി എടുക്കുക, അതിൽ ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ കണ്ടോ. ഇതിൽ വെരി ഷോർട്ട് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും രസമെന്ന് പറയുന്ന സാംസങ്ങിൻ്റെ തന്നെ Exynos 2200 എന്ന് പറയുന്ന ഒരു ഒക്ടോകോർ പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2.8 GHz നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ പ്രോസർ എന്ന് പറയുന്നത്. ഇനി മെയിൻ കോൾ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ജിയോൻ്റെ സിമ്മാണ് ഇട്ടിരിക്കുന്നത്. True 5G എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ റിസപ്ഷനും കോൾ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഈ ഫോണിൽ ലഭ്യമാണ്. ഏതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനെയും പോലെ തന്നെ യാതൊരു വിധത്തിലുള്ള കോൾ ഡ്രോപ്പുകളോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, കോൾ ക്ലാരിറ്റിയിലൊന്നും കുറവ് വരാതെ തന്നെ സാംസങ് ഈ ഒരു ഫോണിൽ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം വരുമ്പോൾ വൈഫൈ കണക്ടിവിറ്റി, NFC, ബ്ലൂടൂത്ത് അങ്ങനെ വരുന്ന എല്ലാ കണക്ഷൻസും വളരെ നല്ല രീതി. NFC ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ബ്ലൂടൂത്ത് ആയാലും വൈഫൈ ആയാലും ഒക്കെ തന്നെ നല്ല സ്പീഡിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ ഞാൻ പറഞ്ഞല്ലോ 6.4 ഇഞ്ചിൻ്റെ 120 ഹെർട്സ് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേനെ പറ്റിയൊന്നും നമുക്ക് യാതൊരു കംപ്ലയിൻസും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ സാംസങ്ങിന് തന്നെ Exynos 2200 എന്ന് പറയുന്ന 2.8 GHz ഒക്ടോകോർ പ്രോസറാണ് വരുന്നത്. ഡേ ടു ഡേ കാര്യങ്ങളായാലും വെരി ഹെവി ആയിട്ടുള്ള ആപ്പുകളായാലും ഗെയിംസ് ആയാലും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ കളിച്ച് നോക്കിയതാണ്. നല്ല രീതിയിൽ തന്നെ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റട്ടേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ലാഗോ ഒന്നും കാര്യങ്ങളില്ല. Exynosൻ്റെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ഒരു ചീത്തപ്പേരൊക്കെ S24 മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ S23 FEയിലും ഈ പറയുന്ന Exynosൻ്റെ ചിപ്സെറ്റ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മിനി ഐഫോണിൻ്റെ ഒക്കെ ഒരു ലുക്ക് ശരിക്കും ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ, അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് വരുന്നു. താഴെയായിട്ട് സ്പീക്കർ ഗ്രില്ല്, USB Type-C പോർട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ സിം ട്രേ വരുന്നത്. ഏറ്റവും ബാക്കിലായിട്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വിത്ത് LED ഫ്ലാഷ് വരുന്നു. ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഇവിടെ നമുക്ക് എന്താ പറയുക സെൽഫി ക്യാമറയും കാണാൻ പറ്റും. ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഇതിൻ്റെ പോർട്രേറ്റ് മോഡായാലും ഇതിനൊരു സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് 2 ക്യാമറകളും, അതായത് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് മെയിൻ ക്യാമറയിലും 4K റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇതിൻ്റെ ക്യാമറ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഇതാ എങ്ങനെയാണ് വരിക, പോർട്രേറ്റ്, ഫോട്ടോ. സാധാരണ ഒരു നോർമലായിട്ടുള്ളൊരു സാംസങ് ഫോണിൽ വരുന്ന ആ ഒരു ഓപ്ഷൻസ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ മോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. നമുക്ക് ബാക്ക് ക്യാമറയിൽ 8K 24 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ UHD 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ തന്നെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെയുള്ള ഒരു ക്യാമറയാണ് ഈ S23 FEയുടെ എന്നുള്ളത്. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറയിൽ കൊടുക്കാവുന്ന ക്യാമറ ഫീച്ചേഴ്സ് തന്നെ ഈ ഒരു S23 FEയിലും സാംസങ് കൊടുത്തിട്ടുണ്ട്.
4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ സൗണ്ട് വരുന്നതും സെയിം ഈ ഒരു ഫോണിൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ്, വേറെ ഒന്നും എഡിറ്റ് ചെയ്തത് കയറ്റിയതൊന്നുമല്ല. അപ്പോൾ വ്ളോഗിങ് ഉദ്ദേശിക്കുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണായിരിക്കും. കാരണം ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നല്ല സ്റ്റെബിലൈസേഷനോട് കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാറ്ററി ലൈഫിലേക്ക് വരുമ്പോൾ 4500 mAhൻ്റെ 25 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 1-1.25 മണിക്കൂറൊക്കെ വേണം ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ആവാനായിട്ട്. പിന്നെ 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ്, അതായത് നമുക്ക് വേറൊരു ഡിവൈസ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിന് നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് എന്താ പറയുക, നമുക്ക് ചാർജ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ബാറ്ററി ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ളൊരു ഗെയിമിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു ദിവസത്തെ ചാർജ് നിൽക്കും. അതല്ല നിങ്ങളൊരു ഹെവി യൂസറാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ഡെഡ് ആവുകയും ചെയ്യും. ഇതൊരു ലൈറ്റ് ടു മോഡറേറ്റ് യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ സുഖമായിട്ട് ബാറ്ററി നിൽക്കുന്ന രീതിയിലാണ് സാംസങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബാറ്ററി ലൈഫിനെ പറ്റി പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു എബവ് ആവറേജ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് എന്ന് വേണം S23 FE പറ്റി പറയാൻ. ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ് S23 FE, അത് എക്സിനോസ് ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഹീറ്റിംഗ് ഉണ്ടോ എന്നുള്ളതാണ്. ഹീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ കുറേ നേരം കളിക്കുമ്പോൾ ഹീറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് 2 അപ്ഡേറ്റ് വന്നിരുന്ന സമയത്തും അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഹീറ്റിംഗ് വന്നിരുന്നു. പിന്നെ AnTuTu ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും നന്നായി ഫോൺ ഹീറ്റ് ചെയ്തിരുന്നു. അതല്ലാതെയുള്ള നോർമൽ നിങ്ങളുടെ യൂസിലൊന്നും ഈ ഒരു ഫോൺ ഹീറ്റ് ആവുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡിസ്പ്ലേ പറ്റി പറഞ്ഞു, ക്യാമറയെ പറ്റി പറഞ്ഞു, ബാറ്ററി ലൈഫിനെ പറ്റി പറഞ്ഞു, കോൾ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു. ഇനി സെക്യൂരിറ്റി ഫീച്ചർ എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ എന്താ പറയുക, ഫേസ് അൺലോക്കാണ്. ഫേസ് അൺലോക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫേസ് ഇത്രയും ഫാസ്റ്റായിട്ട് ഡേ ലൈറ്റിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും. ലോ ലൈറ്റിൽ ഇത്തിരി ശോകം തന്നെയാണ് ഇതിൻ്റെ ഈ ഫേസ് അൺലോക്ക് എന്ന് പറയുമ്പോൾ. ഇനി ഫിംഗർ പ്രിൻറ്റ് സ്കാനറെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. ഇവിടെ കാണാം. പക്ഷേ അതിൻ്റെ പ്ലേസിങ് വളരെ ശോകമായിട്ടാണ്, ഏറ്റവും താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയാലും ഫേസ് അൺലോക്ക് ആയാലും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് പൊസിഷൻ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. അല്ലാതെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ S23 FEയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇറങ്ങിയ സമയത്ത് ഏകദേശം 60,000 രൂപ എടുത്ത് ഇറങ്ങിയ ഒരു ഫോൺ ഇപ്പോൾ നിങ്ങൾക്കൊരു 50,000 താഴെ ഓഫേഴ്സും എക്സ്ചേഞ്ച് ഓഫറും അപ്ഗ്രേഡ് ബോണസൊക്കെ കൂടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ലഭിക്കും. അപ്പോൾ ആ ഒരു വിലയ്ക്ക് എന്ത് തന്നെയാലും 50,000 റുപ്പീസിനൊക്കെ താഴെ ഒരു ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി എടുത്തോളൂ എന്നാണ് പറയേണ്ടത്. കാരണം എക്സിനോസിൻ്റെ ദോഷങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഈ ഒരു ഫോണിൽ കാണിക്കുന്നില്ല. സാംസങ്ങിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ആ ഒരു UI, സാംസങ്ങിൻ്റെ തന്നെ ആ ഒരു എന്താ പറയുക, ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയായാലും ശരി ഈ ഒരു S23 FEയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. S23 സീരീസിൽ എന്തൊക്കെ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സാണോ കൊടുത്തിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് ഈ S23 FEയിലും കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒരുപാട് പേർക്ക് S23 എടുക്കാൻ പറ്റാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ S23 FE എടുക്കാം. കാരണം S23യുടെയും S23 പ്ലസിൻ്റെയും ഇടയിലായിട്ടാണ് ശരിക്കും ഈ ഒരു ഫോണിൻ്റെ പൊസിഷനിങ് എന്ന് പറയുന്നത്. സൈസ് കൊണ്ട് അതുപോലെ തന്നെ ബാറ്ററി കൊണ്ട് ഒക്കെ ആയാലും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് യോജിച്ചിരിക്കും. ഇപ്പോൾ S23 വല്ലാണ്ട് കോമ്പാക്റ്റ് ആണ്. S23 പ്ലസ് കുറച്ച് വലിപ്പം കൂടി പോയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു S23 FE നിങ്ങൾക്ക് നോക്കാം. ആ ഒരു ഫ്ലാഗ്ഷിപ്പിൻ്റെ ഇതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സാവില്ല എന്ന് തന്നെ കരുതണം. അപ്പോൾ S23 FE എന്തായാലും നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ് സാംസങ് ഇറക്കിയതിൽ വെച്ചിട്ട്. ഇതിൻ്റെ ക്യാമറയിലും ഇത് നല്ലൊരു വ്ളോഗിങ് ക്യാമറ കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു സ്റ്റെബിലൈസേഷനൊക്കെ 4K 60 FPS കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയറാണ്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. കാരണം ഇപ്പോൾ IQ Neo 9 Pro ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 1080p 30 FPS ഉള്ളൂ. IQ 12ലും ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് അപ്പോഴും നമുക്ക് 1080p തന്നെ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ OnePlus 12R ഇത് തന്നെയാണ് അവസ്ഥ. ക്യാമറയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രോസറോ മറ്റ് ഫീച്ചേഴ്സോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഒരു 4K 60 FPS ഷൂട്ട് ചെയ്യണം, നല്ല സ്റ്റെബിലിറ്റിയോടുകൂടി ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ S23 FE നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഫുള്ള് റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ടെക്നിക്കലായിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലൊന്നും പോയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു 1 വീക്ക് ഉപയോഗിച്ചതിൽ നല്ലൊരു ഫോൺ തന്നെയായിട്ട് എനിക്ക് തോന്നി. ഇതാരും അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു മൊബൈലിൻ്റെയോ അല്ലെങ്കിൽ ഗാഡ്ജറ്റിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുകൊണ്ട് ദയവായി വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി, നമസ്കാരം.